TVS അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കൂട്ടറായിട്ടുള്ള ജൂപ്പിറ്ററിന് പുതിയൊരു രൂപം കൊടുത്തിരിക്കുകയാണ്. ദ ഓൾ ന്യൂ ജൂപ്പിറ്റർ 110. TVS പുതിയ ജൂപ്പിറ്ററിൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്, വാഹനത്തിൻ്റെ വെയിറ്റ് റേഷ്യോ മാറിയിട്ടുണ്ട്, മൈലേജ് എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്, നിരവധി ടെക് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം സ്കൂട്ടേഴ്സ് എപ്പോഴും ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഒരു വികാരം തന്നെയാണ്. സ്കൂട്ടർ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഫ്രണ്ടിലെ ആ ഒരു സ്പേസ് എത്രയധികം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു തോട്ടോട് കൂടിയാണ്. വളരെയധികം റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്ലൂവിൻ്റെയും ബ്ലാക്കിൻ്റെയും ഒരു കോമ്പിനേഷനിലുള്ള ഒരു വാഹനമാണ്. ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു കളർ പാറ്റേൺ ആണെങ്കിലും മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതും പ്രത്യേകം ഒരു ഭംഗി നൽകുന്നുണ്ട്. ആൻഡ് ഈ ഒരു കംപ്ലീറ്റ്ലി LED പ്ലസ് DRL ആയിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു പാനൽ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള പുതിയൊരു ഡിസൈൻ പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും കുറച്ചുകൂടി ഒരു ഭംഗി ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹെഡ് ലാമ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിലിംഗ് ആണെങ്കിലും വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾസോ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. അതും പെറ്റൽ ഡിസ്ക് ആയിട്ടാണ് ഈ ഒരു TVS അതിനെ വിശേഷിപ്പിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ആ ഒരു ഡിസ്ക് ബ്രേക്കിലും കൊടുത്തിരിക്കുന്നത്. പുതിയ TVS ജൂപ്പിറ്ററിൽ ഡിസൈൻ എലമെൻറ്റ്സ് മാത്രമല്ല നിരവധി ഫീച്ചേഴ്സും TVS ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീറ്റിനടിയിലത്തെ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും 2 ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നോർമലി നമുക്ക് ഇവിടെയാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ ആ ഒരു ഓപ്പണിംഗ് മറ്റ് സ്കൂട്ടേഴ്സിൽ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ TVS അതിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പണിംഗ്. അതുകൊണ്ട് തന്നെ 2 ഹെൽമെറ്റും നിരവധി ഗ്രോസറി ഐറ്റംസും നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ ഈ സ്കൂട്ടേഴ്സ് നമ്മുടെ ഒരു ഡെയിലി യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ സ്പേസും ഈ ഒരു സീറ്റിനടിയിലത്തെ സ്പേസും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഫീച്ചേഴ്സുമാണ് TVS കൊടുത്തിരിക്കുന്നത്. ഇനി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടോപ്പനിലേക്ക് പോവുകയാണെങ്കിൽ കണക്റ്റഡ് ടെക് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിൽ വരുന്ന കോൾസ്, മെസ്സേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. ഇവൻ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് വോയിസ് കമാൻഡോട് കൂടി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയധികം ഫീച്ചേഴ്സും സ്റ്റോറേജ് സ്പേസുകളുമാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10% മൈലേജ് എഫിഷ്യൻസി കൂടുതൽ കിട്ടും എന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് വാഹനം ഓണാക്കി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് വാഹനം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. സിഗ്നൽ വീഴുന്ന സമയത്ത് മാത്രം നമുക്ക് വാഹനം ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. സോ അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചാർജിങ് പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇൻ കേസ് ഫോണിലെ ചാർജ് തീർന്നു പോകുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ അതിന് തൊട്ട് മുകളിലാണ് ആ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു യുണീക്ക് ഫീച്ചറും ഈ ഒരു പുതിയ TVS ജൂപ്പിറ്ററിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫൈൻഡ് മൈ വെഹിക്കിൾ. ഇൻ കേസ് നമ്മളൊരു മോളിൻ്റെ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ വലിയൊരു പാർക്കിംഗ് സ്പേസിൽ പോയി വാഹനം പാർക്ക് ചെയ്തു, തിരിച്ചു വരുമ്പോൾ വാഹനം എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഫൈൻഡ് മൈ വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. സോ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ബ്ലിങ്ക് ചെയ്യും. സോ ആ സമയത്ത് നമുക്ക് എവിടെയാണ് വാഹനം എന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ്, അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് വാഹന നിർമ്മാതാക്കൾ ഓഫർ ചെയ്യാൻ പറ്റാത്തത്ര ഫീച്ചേഴ്സാണ് പുതിയ TVS ജൂപ്പിറ്ററിൽ TVS ഓഫർ ചെയ്യുന്നത്. ഫ്രണ്ടിലെ ഡിസൈൻ മാത്രമല്ല ടെയിൽ ലാമ്പിലെയും പിൻഭാഗത്തെയും ഡിസൈനും TVS റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫുൾ LED എലമെൻറ്റിലുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ആ ഒരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഒരു കോൺഫിഗറേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആണ്. സോ കംപ്ലീറ്റ്ലി വളരെ ടെക് ലോഡഡായിട്ടും വളരെ ഫീച്ചേഴ്സ് ലോഡഡായിട്ടും ബെസ്റ്റ് ഇൻ ക്ലാസ് ഡിസൈനുമാണ് TVS ജൂപ്പിറ്ററിൽ ഓഫർ ചെയ്യുന്നത്. സോ റൈഡിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിലും കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡിംഗ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ പില്ലൺ നോക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ബൈക്കിലേക്ക് നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ആൾക്കാർക്കാണെങ്കിലും ഇരിക്കാൻ പറ്റും. ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പൊസിഷനാണ്. നല്ല പൊസിഷനിലാണ് ഗ്രാബ് ഹാൻഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മിററിൻ്റെ പൊസിഷൻ ആണെങ്കിലും ഓവറോൾ റൈഡിംഗ് പൊസിഷൻ വളരെ മികച്ച ഒരു റൈഡിംഗ് പൊസിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഫാമിലി സ്കൂട്ടർ ടെസ്റ്റ് ചെയ്തത് ട്രാക്കിലാണ്. ടോപ്പ് സ്പീഡ് TVS ക്ലെയിം ചെയ്യുന്നത് 82 km/h ആണ്. എന്നാൽ ട്രാക്കിൽ ഓടിച്ചപ്പോൾ നമുക്ക് 86 വരെ ക്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ട്രാക്കിലായതുകൊണ്ട് മാത്രമാണ്. ഫാമിലി സ്കൂട്ടർ ഒരിക്കലും ഈ ഒരു സ്പീഡിൽ റോഡിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാതിരിക്കുക. ട്രാക്കിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പീഡിൽ ടെസ്റ്റ് ചെയ്തത്. 5.9 kW പവറും 9.8 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന 113 cc എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഒരു ഹൈബ്രിഡ് അസിസ്റ്റും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ആഡ്വക്കേറ്റ് സസ്പെൻഷനും ബെറ്റർ റൈഡ് ആൻഡ് കംഫർട്ടും ബെറ്റർ ഹാൻഡ്ലിങ്ങും കാഴ്ചവെക്കുന്ന വാല്യൂ ഫോർ മണിയായിട്ടുള്ള ഒരു ഫാമിലി സ്കൂട്ടറാണ് TVSൻ്റെ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിറ്റി ട്രാഫിക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ട്രാക്കിൽ ടെസ്റ്റ് ചെയ്തപ്പോഴും വളരെ നന്നായി റിസൾട്ട് കാഴ്ചവെക്കുന്നുണ്ട്. ഏകദേശം 70,000 മുതൽ 75,000 രൂപ മുതലായിരിക്കും ബേസ് വേരിയൻറ്റിൻ്റെ വില ആരംഭിക്കുക.
കോമ്പറ്റീറ്റർ മോഡലുമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ടുള്ള നല്ല ഫീച്ചേഴ്സ് ഉള്ള ബെറ്റർ ഡിസൈനായിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ടി വി എസ് ജൂപ്പിറ്റർ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ ലോഞ്ചും പ്രൈസ് അനൗൺസ്മെൻറ്റും ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിംഗിലായിരിക്കും ടി വി എസ് ഇതിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു 110 cc സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് ബ്രാൻഡാണ് ഏത് മോഡലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ എന്നുള്ളത്. സോ ആ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു ടി വി എസ് ജൂപ്പിറ്റർ ഓൾ ന്യൂ ടി വി എസ് ജൂപ്പിറ്റർ വന്നു കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ബെറ്റർ റൈഡിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, ബെറ്റർ ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, ബെറ്റർ കംഫർട്ടാണ്, ബെറ്റർ സ്റ്റോറേജ് സ്പേസ് ആണ്, ബെറ്റർ ലുക്കിംഗ് ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. സോ എല്ലാ ബോക്സും ടിക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വാഹനം. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.